ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിത് ഇവിടെ വീട്ടിൽ വന്നു വണ്ടി വെച്ച് ഫോൺ അങ്ങ് ഓഫ് ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളിത് വീട്ടിൽ വന്നു. അതൊക്കെയാണ്. പിന്നുള്ളൊരു കാര്യം, ആരെയും പരിചയപ്പെടുത്താൻ പറ്റിയില്ല. കാരണം ആരും ക്യാമറയ്ക്ക് മുന്നിൽ വന്നതേ ഇല്ല. ആർക്കും അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുക എല്ലാവർക്കും നാണം. അതുകൊണ്ട് അതിലൊന്നും പരിചയപ്പെടുത്താനൊന്നും പറ്റിയില്ല. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വേറൊരു സ്ഥലം കൂടെ പോകുന്നുണ്ട്. അതുമൊക്കെ കാണിക്കാം. പിന്നെന്താ പാർക്കുട്ട? പിന്നെ ഇവിടുത്തെ കുറച്ച് അത് ശരിയാട്ടോ. അവള് പറഞ്ഞ കാര്യം കാണിക്കാവേ. ഇവിടുത്തെ സ്പെഷ്യൽ ഒരാളാണ് ജിമ്മി. അവനിപ്പോൾ പരിചയമില്ല, പരിചയമായി വരുന്നതേ ഉള്ളൂ. അവൻ നോക്കുക ആളാരാന്ന്. അപ്പോൾ ഫ്രണ്ട്സിന് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ മുയലിൻ്റെ അടുത്താണ്. മുയൽ കൂട്ടിനകത്താണ്. 6 മുയലുണ്ട്. നമ്മുടെ ഒന്നവിടെ ഉണ്ടോ, ഇത് 3 എണ്ണം. പിന്നീട് മേളത്തെ കൂട്ടിൽ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെ അതിന് കുറച്ച് പുല്ല് കൊടുത്ത് കൂട്ടിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. കൂട്ടിനകത്ത് പുല്ല് ഇരിപ്പുണ്ട്. ഇടി വേണ്ടടി. ഇനി നമുക്ക് തത്തേനെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് തത്തയാണ് കേട്ടോ. 2 തത്തയുണ്ട് കേട്ടോ. കൂട്ടിലാണ്. നല്ല കുഞ്ഞു തത്തയാണ് കേട്ടോ. പൂച്ചക്കുട്ടി ഇവിടുത്തെ തലകുച്ചിയാണ്. കണ്ട, ഇതിന് 2 നല്ല പൂച്ചക്കുട്ടിയാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ കോഴിയൊക്കെ ഉണ്ട്. കോഴിയൊക്കെ എവിടെ കണ്ട് പോയി കിടക്കാണ്. അല്ലടി, ആ കോഴി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ കോഴീനെ ഒന്നും വേണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, വൈകുന്നേരം ആയപ്പോൾ ഒരു സ്ഥലത്തും കൂടെ പോകുന്ന കാര്യം പറഞ്ഞല്ലേ, ആ സ്ഥലമാണ് ഇത്. ഞങ്ങൾ പുല്ല് ചേർത്താൻ വേണ്ടി ഞങ്ങൾ കണ്ടെത്തിപ്പോയതാണ് കാഴ്ചകളൊക്കെ. അവിടുത്തെ കാഴ്ചകളും ഭംഗികളും ഒക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല രസമാണ് ഫ്രണ്ട്സ്. അവിടെ ഈ കാണുന്ന ഈ പച്ച കളറിലെ കാണുന്ന ഈ കൃഷിയൊക്കെ അവിടുത്തെ കൂർക്കത്തോട്ടങ്ങളാണ്. കൂർക്ക കൃഷി ചെയ്തേക്കുന്ന കണ്ടോ ഇത് കാണുന്നത്. ഫ്രണ്ട്സ്, കൂർക്ക കൃഷിയുടെ തൊട്ടപ്പുറത്ത് കാണുന്നതൊക്കെ നെൽകൃഷിയാണ്. അവിടെയൊക്കെ നല്ല നെല്ലൊക്കെ വിളഞ്ഞ് കൊയ്ത്ത് സീസണൊക്കെ ആകാറായി. ഇതേ കണ്ടോ, കൊയ്ത്ത് സീസണൊക്കെ ആകാറായി കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ 2ാം കൃഷി, ചിലയിടത്തൊക്കെ കൃഷിയൊക്കെ ആകുന്നതേ ഉള്ളൂ, ചിലയിടത്തൊക്കെ 2ാം കൃഷിയൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇതേ കണ്ട നല്ല വിളഞ്ഞ് നല്ല സൂപ്പറായിട്ട് കിടക്കുന്ന കാഴ്ചകളൊക്കെയാണിത്. അപ്പോൾ ഞാനും എൻ്റെ കസിൻസും കൂടെയൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുല്ല് പറിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ് കണ്ടത്തിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ മൈലാഞ്ചി ഇടാൻ തുടങ്ങി. അന്നേരം തൊട്ട് തുടങ്ങിയതാണ്, തീർന്നത് സന്ധ്യയായപ്പോഴത്തേക്കുമായിരുന്നേ.